ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് 5th സ്റ്റാൻഡേർഡിലെ 2024-25 അധ്യയന വർഷത്തെ, അതായത് ഈ ഓണ പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഫസ്റ്റ് നോക്കൂ, കക്ഷ 5. देन सामान्य निर्देश എന്താണ്? 6 ഗതിവിധിയോ में 6 ഗതിവിധിയോ में किनी 5 के उत्तर लिखें. എന്താണ്? 6 ഗതിവിധി ഉണ്ട്, ചോദ്യങ്ങളുണ്ട്. അതിൽ ഏതെങ്കിലും 5 എണ്ണത്തിന് ഉത്തരം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമുക്ക് ഗതിവിധി 1 നോക്കാം. സൂചന ഗൺപടിയും ഓർ പ്രശ്നോ കെ ഉത്തർ ലിഖേം. എന്താണ്? ആ പാരഗ്രാഫ് വായിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണല്ലേ. ഓക്കെ, നമുക്ക് നോക്കാം. രാജു GUPS कलूर में 5वीं कक्षा में पढ़ता है. उसकी आयु 10 साल है. എന്താണ് കൂട്ടുകാരെ പറഞ്ഞിട്ടുള്ളത്? രാജു ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? GUPS കലൂർ എന്ന സ്കൂളിൽ 5ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഉസ്കി ആയു 10 साल है. അവന്റെ വയസ്സ് എത്രയാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്? 10 വയസ്സാണ് അല്ലേ. 10 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 10. ഓക്കെ, ദെൻ രാജുക്ക് പ്രൊഫൈൽ ലിഖേം എന്നാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നാം നോക്കൂ, നാം എന്നുള്ളത് നമ്മൾ എന്ത് എഴുതും? യെസ്, രാജു. ദെൻ കക്ഷ 5वीं, സ്കൂൾ കാ നാം GUPS കലൂർ. എളുപ്പമല്ലേ? ഈ ഖണ്ഡികയിൽ നോക്കി ആൻസേഴ്സ് ഇങ്ങോട്ട് എടുത്ത് എഴുതിയാൽ മതി. ഓക്കെ, ഇത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? രാജു കി ആയു കിത്നി ഹേ. രാജുവിന്റെ വയസ്സ് എത്രയാണ്? നമ്മളിപ്പോൾ പറഞ്ഞു എത്രയാണ്? ഉസ്കി ആയു 10 साल ഹേ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ. അപ്പം രാജുവിന്റെ വയസ്സ് എത്രയാണ്? 10 साल. ഇപ്പൊ എത്രയാണ്? 10 അല്ലേ. അപ്പിനാ നാം ലിഖേം. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പേര് അവിടെ എഴുതണം. നിങ്ങളുടെ പേരെന്താണ്? അത് അവിടെ എഴുതുക. ഓക്കെ, ഗതിവിധി 2 സൂചന കവിതാംശ പഠിയും ഓർ പ്രശ്നോ കെ ഉത്തർ ലിഖേം. എന്താണ്? കവിതാ ഭാഗം വായിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാൻ. ഓക്കെ, നമുക്ക് കവിത വായിച്ചു നോക്കാം. ഹവാ ബഹ് രഹി ഡണ്ടി ഡണ്ടി ഗൂം രഹി വഹ് ബഹ്കി ബഹ്കി ഉടുത്തി ഉടുത്തി ആയി ചിടിയ ഫുദക് ഫുദകർ വേ ബി ചഹ്കി. ഇവിടെ നോക്കൂ, ഉടുത്തി ഉടുത്തി ആയിക്കോൻ. പറന്ന് വന്നത് ആരാണ് കൂട്ടുകാരെ? ചിടിയാണല്ലേ, പക്ഷിയാണ്. അപ്പൊ ആൻസർ എന്താ? നമുക്ക് എവിടെ എഴുതാം? ചിടിയ. ക്യാ വഹ് രഹി ഹേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? സമാൻ ധ്വനി വാലേ ശബ്ദ ലിഖേം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ. സമാൻ ധ്വനി വാലേ ശബ്ദ ലിഖേം. സമാന അർത്ഥം വരുന്ന വാക്കുകൾ നമ്മളോട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നോക്കൂ, ഡണ്ടി ഡണ്ടി ബഹ്കി ബഹ്കി, ഉടുത്തി ഉടുത്തി ഫുദക് ഫുദക് അല്ലേ. എക്സാമ്പിൾ നമുക്ക് നൽകിയിട്ടുണ്ട് ഡണ്ടി ഡണ്ടി. നെക്സ്റ്റ് നമുക്ക് ബഹ്കി ബഹ്കി ഉടുത്തി ഉടുത്തി ഫുദക് ഫുദക്. ഓക്കെ, ഗതിവിധി 3 രംഗ് ബരേ. ഒന്നാമത്തെ ഇതിലെന്താണ് നമ്മൾ എടുക്കേണ്ടത്? എന്ത് കളറാ കൊടുക്കേണ്ടത്? ലാൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ചുവപ്പാണല്ലേ, ലാൽ. ദെൻ ഹര പച്ച, കാല കറുപ്പ്, നീല എന്താണ്? നീല നിറമല്ലേ. ആപ്ക മൻപസന്ത് രംഗ് ക്യാ ഹേ. മൻപസന്ത് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട, ഈ മനസ്സിന് ഇഷ്ടപ്പെട്ട, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രംഗ് എന്താണ്? കളറിലെ കളർ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറിന്റെ പേര് അവിടെ എഴുതാവുന്നതാണ്. ഓക്കെ, ഗതിവിധി 4 നോക്കിയാലോ. ചിത്ര പഹിച്ചാൻക്ക് കോഷ്ടകത്തെ ശബ്ദ ചുരുക്കർ ലിഖേം. ചിത്ര മനസ്സിലാക്കി എന്ത് ചെയ്യണം നിങ്ങൾ? ബ്രാക്കറ്റിൽ നൽകിയിട്ടുള്ള വാക്കുകൾ, അതായത് വേർഡ്സ് തെരഞ്ഞെടുത്ത് ഇവിടെ പൂരിപ്പിക്കാനാണല്ലേ പറഞ്ഞിട്ടുള്ളത്. നോക്കൂ, പില്ല, സോത്താഹേ, ഗാത്താഹേ, ഗേൽത്താഹേ. എന്താണ് അവിടെ ചെയ്യുന്നത്? കളിക്കുകയല്ലേ. സോ നമുക്ക് പില്ല ഗേൽത്താഹേ. അവിടെ എന്താണ് വരേണ്ടത്? പില്ല ഗേൽത്താഹേ. നെക്സ്റ്റ് നോക്കൂ, പില്ല എന്താ ചെയ്യുന്നത്? ഉറങ്ങുകയാണല്ലേ. ഉറങ്ങുന്നതിന് എന്താ പറയുക? സോത്ത അല്ലേ. അപ്പൊ സോത്താഹേ, പില്ല സോത്താഹേ. ദെൻ പില്ല എന്താ ചെയ്യുന്നത്? ഭക്ഷണം കഴിക്കുകയാണല്ലേ. അപ്പൊ നമുക്ക് അവിടെ എന്ത് എഴുതാം? പില്ല ഗാത്താഹേ. ഓക്കെ, അപ്പൊ ഫസ്റ്റ് വൺ പില്ല ഗേൽത്താഹേ, ദെൻ പില്ല സോത്താഹേ, ദെൻ പില്ല ഗാത്താഹേ. ദെൻ സഹി മിലാൻ കരേ. ബിസ്കൂട്ട് ആകാശം ഇടിഞ്ഞു വീണാലും ജോസ് ഇടവപ്പള്ളിയിൽ പെരുന്നാൾ കൂടാതെ എന്നും പോകും. सोता है, देन पिल्ला गाता है. देन सही मिलान करें. बिस्कुट, देन पंगे के नीचे किताब मेरे साथ. देन बिस्कुट എന്തായിരിക്കും? ഗാന. देन पंगे नीचे എന്തായിരിക്കും വരിക? നോക്കൂ, കിതാബ് പഠന. മേരെ സാത്ത് എന്തായിരിക്കും?
എന്തായിരിക്കും കൂട്ടുകാരെ? യെസ്, ഗേൽന. പങ്കേക്ക് നീച്ചെ സോന. ഫാനിന്റെ അടിയിൽ ഉറങ്ങുകയല്ലേ, സോ പങ്കേക്ക് നീച്ചെ സോന. ബിസ്കൂട്ട് ഗാന പങ്കേക്ക് നീച്ചെ സോന. കിതാബ് പഠന മേരെ സാത്ത് ഗേൽന. गतिविधि 5 നോക്കാം. चित्र देखकर नीचे दिए प्रश्नों के उत्तर നമൂനെ के अनुसार ചുരുക്കർ ലിഖേം. എന്താണ്? ആ ചിത്രം നോക്കി താഴെ നൽകിയിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഉദാഹരണം അനുസരിച്ച് ഉത്തരം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് എക്സാമ്പിൾ നോക്കൂ. ഘർ കെ അന്തർ കോൻ ഹേ. ഘർ കെ അന്തർ ആരാണ്? ആ വീടിനകത്ത് ആരാണുള്ളത്? ഘർ കെ അന്തർ ലഡ്ക ഹേ. ദെൻ കുത്ത കഹാം ഹേ എന്ന് ചോദിച്ചിട്ടുണ്ടല്ലേ. കുത്ത എവിടെയാണ്? ആ വീടിന് പുറത്താണല്ലേ കുത്ത. ആ ബാഹർ ആണല്ലേ, ബാഹർ. ദെൻ നദീമേ ക്യാ ഹേ. നദീമേ എന്താണുള്ളത്? നദിയിൽ ആ നദീമേ മച്ഛലി ഹേ. ദെൻ ചിടിയ കഹാം ഹേ. ചിടിയ എവിടെയാണ്? ചിടിയ എവിടെയാണ് കൂട്ടുകാരെ ഉള്ളത്? ആ മരത്തിലാണുള്ളത് അല്ലേ. അപ്പൊ ചിടിയ പേഡ് മേ ഹേ. ദെൻ പൗധോമേ ക്യാ ഹേ. ചെറിയ ചെടികളിൽ എന്താണുള്ളത്? ദെൻ ബഗീചേ മേ കോൻ ഹേ എന്നും ചോദിച്ചിട്ടുണ്ടല്ലേ. ഒരു പെൺകുട്ടി ഉണ്ടല്ലേ. ബഗീചേ മേ കോൻ ഹേ. യെസ്, നമുക്ക് ബ്രാക്കറ്റിലൊക്കെ ആൻസേഴ്സ് നൽകിയിട്ടുണ്ടല്ലേ. ഓക്കെ, അപ്പൊ നമുക്കത് ചൂസ് ചെയ്തിട്ട് എഴുതിയാൽ മതി. ഓക്കെ, കുത്ത കഹാം ഹേ. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? കുത്ത എവിടെയാണ് കൂട്ടുകാരെ? യെസ്, കുത്ത ഘർ കെ ബാഹർ ഹേ. കുത്ത എവിടെയാണ്? ആ ഘർ കെ ബാഹർ ഹേ. നദി മേ ക്യാ ഹേ എന്ന് ചോദിച്ചിട്ടുണ്ടല്ലേ. അപ്പൊ നദീമേ മച്ചലി ഹേ. ദെൻ ചിടിയ കഹാം ഹേ. ചിടിയ എവിടെയാണ്? ആ ചിടിയ പേട് പർ ഹേ. പേടിന്റെ മുകളിലാണല്ലേ. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? ചിടിയ പേട് പർ ഹേ. ദെൻ പൗധോമേ ക്യാ ഹേ. എന്താണുള്ളത്? പൗധോമേ എന്താണ്? ആ പൗധോമേ ഫൂൽ ഹേ. പൂക്കൾ ഉണ്ടല്ലേ. അപ്പൊ പൗധേമേ ഫൂൽ ഹേ. ദെൻ ബഗീചേമേ കോൻ ഹേ എന്ന് ചോദിച്ചിട്ടുണ്ടല്ലേ. ബഗീചയിൽ ആരാണുള്ളത്? പൂന്തോട്ടത്തിൽ ആ ഒരു പെൺകുട്ടിയാണല്ലേ ഉള്ളത്. അപ്പൊ നമുക്ക് എഴുതാം ബഗീചേമേ ലഡ്കി ഹേ. ഓക്കെ, ഇപ്പൊ കൂട്ടുകാർ ഇതുപോലെ എഴുതുമല്ലോ. ഓക്കെ, ദെൻ ഗതിവിധി നോക്കാം. സൂചന സഹി ക്രമ സേ ലിഖേം. ശരിയായ ക്രമത്തിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. കലി ഹേ യഹ്. യഹ് കലി ഹേ നൽകിയിട്ടുണ്ട്. ഇതുപോലെ ബാക്കിയുള്ളത് എഴുതാനല്ലേ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? ഹേ ചിടിയ യഹ്. അപ്പൊ നമുക്കത് എങ്ങനെ എഴുതാം? യെസ്, യഹ് ചിടിയ ഹേ. ദെൻ നീതു മേ ഹും. അപ്പൊ എന്തായിരിക്കും? യെസ്, മേ നീതു ഹും. ദെൻ പില്ല ഹേ യഹ്. എങ്ങനെ എഴുതാം നമുക്ക്? ആ യഹ് പില്ല ഹേ. ദെൻ ഗർ യഹ് ഹേ. അപ്പൊ അതെന്താ എങ്ങനെ നമുക്ക് എഴുതാൻ സാധിക്കും? യഹ് ഗർ ഹേ. ദെൻ ഹേ സൂരജ് യഹ്. നമുക്ക് അങ്ങനെ എഴുതാം കൂട്ടുകാരെ. ആ യഹ് സൂരജ് ഹേ. ഓക്കെ, അപ്പൊ ഇതുപോലെ കൂട്ടുകാർ എന്ത് ചെയ്യുക? ക്രമപ്പെടുത്തി എഴുതുക. ഓക്കെ, നമ്മളങ്ങനെ 6 ക്വസ്റ്റ്യൻസ് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ.